എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. എനിക്ക് ലീവുള്ള ദിവസം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞാൻ രാവിലെ എണീറ്റ് നേരെ നമ്മുടെ അയിനൂസ് ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ അവളെ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യാൻ നോക്കൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പണിയും നടക്കൂല. അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തലയിൽ കുറച്ച് എണ്ണയൊക്കെ ഇട്ടിട്ട് നേരെ അവളെ കുളിപ്പിച്ച് ഇറക്കിയിട്ട് പെട്ടിൽ കൊണ്ട് നിർത്തോട്ടെ. എന്നിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഷിനിക്കാക്ക് അതേ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഉമ്മൊക്കെ കൊടുത്ത് ഇക്കാങ്ങനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എണീക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാനും ഷിനിക്കാക്കി അയിനൂസും കൂടി ഒരുമിച്ചാട്ടാ നേഴ്സറി പോകാറുള്ളത്. എന്നിട്ട് ഷിനിക്കാക്കനെ നേരെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോരാറാട്ടാ ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് ഇക്കാക്ക് നേരത്തെ പോകേണ്ട ദിവസമായതുകൊണ്ട് ഇക്കാക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അയിനൂസും കൂടി ഇതേ നേരെ നേഴ്സറി പോയി. അങ്ങനെ അവളെ നേഴ്സറിയിൽ കൊണ്ടാക്കി തിരിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് കൊട്ടിക്കൊണിഞ്ഞ് വിരിക്കുന്നത്. ഇക്കാക്ക പോകാൻ നേരത്ത് അല്ലറ ചില്ലറ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേളിലുണ്ടാവും കേട്ടോ ബെഡിൽ. അങ്ങനെ ഡ്രസ്സെല്ലാം കൊടഞ്ഞ് മാറ്റി അവിടെ വെച്ചതിന് ശേഷം ബെഡൊക്കെ നീറ്റാക്കി വിരിച്ചിട്ട് നേരെ കുറച്ച് അലക്കാനുള്ള തുണികളുണ്ടായിരുന്നു കേട്ടോ. അലക്കാനുള്ള തുണികളല്ല, അലക്കി തുണികളുണ്ടായിരുന്നു. അപ്പോൾ അത് മിഷീത്തിലിട്ട് ഉണക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അത് കയ്യോടെ അതൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ അതേ ഉണക്കാൻ വേണ്ടിയിട്ട് ഇടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ അയിനൂസിനെ തേപ്പിച്ച എണ്ണയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഇനി ഒന്ന് ഒതുക്കി എടുക്കണം. പിന്നെ കിച്ചണൊക്കെ രാവിലെ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എനിക്ക്. ഇനിയിപ്പോൾ എനിക്ക് തുടച്ചാൽ മാത്രം മതി. പിന്നെ ഞാൻ നേരെ ഫുഡ് എടുത്ത് കഴിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനിന്ന് ചോറാണ് കഴിച്ചത്. ചോറും പപ്പടവും കക്കറി ചെലുത്തിയതും മീൻകറിയും എല്ലാം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് എടുത്ത് കഴിച്ചത്. എനിക്ക് നാസ്ത കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് ചോറാണ് എടുത്ത് കഴിച്ചത്. പിന്നെ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ സോഫ സെറ്റിൻ്റെ മുകളിൽ കുറച്ച് പൊടിയും കരടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൈയോട് അങ്ങോട്ട് അടിച്ചു വാരിയല്ല കൊട്ടിക്കുടഞ്ഞ് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം നീറ്റായിട്ട് പിടിച്ചതിന് ശേഷം ഞാൻ ഒരു പാട്ടൊക്കെ വെച്ച് നല്ല ചില്ലായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലും TV ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ പാട്ടൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നത്. അങ്ങനെ നല്ല ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് രാവിലെ ചോറാണെങ്കിലും നാസ്തയാണെങ്കിലും എന്താണെങ്കിലും കഴിക്കാൻ ഒരു കുഴപ്പമില്ലാത്ത ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാട്ടും വെച്ച് അത്രേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞു